ഹായ് ഫ്രണ്ട്സ്, എന്താണ് എല്ലാവരും വിശേഷങ്ങൾ? സുഖല്ലേ? എന്താണ് പിന്നെ ഇന്ന് നല്ല മഴ ദിവസമാണ് കേട്ടോ. പർച്ചേസ് ചെയ്യാൻ പോയി. അപ്പോൾ നമ്മൾ വില കുറഞ്ഞ സാധനങ്ങൾ നമ്മൾ ആദ്യം നോക്കാം. എല്ലാവരും അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ബ്രാൻഡഡ് സാധനങ്ങളും ക്വാളിറ്റിയുടെ സാധനങ്ങളൊക്കെ നോക്കുന്നവരുണ്ട്, വാങ്ങുന്നവരുണ്ട്. എന്നാലും നമ്മൾ ഓട്ടോമാറ്റിക് നമ്മൾ വിലേനെ കുറിച്ച് നോക്കും. ഏറ്റവും കുറഞ്ഞ സാധനങ്ങൾ എവിടെയാണ് കിട്ടുക, ഏറ്റവും ചീപ്പസ്റ്റ് സാധനങ്ങൾ എവിടെയാണ് എന്നൊക്കെ നമ്മളിങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ വാങ്ങാം. പക്ഷെ ഒരു കാര്യം കിട്ടും, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് നമ്മൾ വാങ്ങുമ്പോൾ നമ്മളുടെ ക്വാളിറ്റിയും അതുപോലെ കുറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മളെല്ലാ കാര്യങ്ങളും അങ്ങനെ മൂല്യം കുറഞ്ഞ കാര്യങ്ങൾ നമ്മളിങ്ങനെ അന്വേഷിച്ച് നടന്ന് അത് നമ്മൾ വാങ്ങുമ്പോൾ നമ്മളേതായ ഒരു ക്വാളിറ്റി നമുക്ക് നഷ്ടപ്പെടും. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതായത് നമ്മൾ ഇപ്പം ഞാൻ പറയണത്, നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അത് ഫ്രീ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയി വാങ്ങും. പക്ഷെ അതിലൊരു മൂല്യം ഉണ്ടാവില്ല കേട്ടോ. ആ ഫ്രീ എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മൾ അത്രയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയി വാങ്ങുന്നുണ്ട്. പക്ഷേ പിന്നീട് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതിൻ്റെ മൂല്യവും വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് കാര്യമാണോ നമ്മൾക്ക് കിട്ടേണ്ടത്, നമ്മൾ ആർജിക്കേണ്ടതുണ്ടെങ്കിൽ അതിന് നല്ല വില കൊടുത്ത് തന്നെ നമ്മൾ വാങ്ങേണ്ടി വരും കേട്ടോ. നമ്മൾ ക്വാളിറ്റിയുള്ള എന്ത് സാധനങ്ങൾ, ഇപ്പോൾ സാധനങ്ങൾ മാത്രമല്ല, നമ്മൾ എന്തെങ്കിലും സ്കില്ലായിക്കോട്ടെ, നമ്മൾ എന്തെങ്കിലും മൂല്യമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാനാണെങ്കിൽ കൂടി നമ്മളതിന് ചിലവാക്കുന്നൊരു ഇതുണ്ടല്ലോ, പണം അല്ലെങ്കിൽ നമ്മളെ എഫേർട്ട്, നമ്മളെ സമയം, അതൊക്കെ നല്ല ക്വാളിറ്റി ടൈമുകൾ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ക്വാളിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ നല്ല നമുക്ക് തിരിച്ച് കിട്ടും. അപ്പോൾ നമ്മൾ ചീപ്പസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിലോ, നമ്മൾ മൂല്യം കുറഞ്ഞ കാര്യങ്ങളാണോ ചെയ്യുന്നതെങ്കിൽ അതുപോലെ തന്നെ മൂല്യം കുറഞ്ഞ കാര്യങ്ങളെ നമ്മളിലേക്ക് എത്തുകയുള്ളൂ കേട്ടോ. ഇത് എൻ്റെ ഒരു തോട്ടിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റിലൂടെ പറയണം കേട്ടോ. എൻ്റെ വീഡിയോ എല്ലാവരും മാക്സിമം ഷെയറും സപ്പോർട്ടും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക്